നമുക്കിന്ന് ചെറിയ ഹാൻഡ് ബാഗ് പോലത്തെ ഒരു സഞ്ചി ഉണ്ടാക്കി നോക്കാവേ. ഇതിന് സിബ് വേണമെങ്കിൽ ഇടാം. അത് ഞാനൊന്നും ചേർത്തിട്ടില്ലെന്നേ ഉള്ളൂ. നമുക്ക് ഇതുപോലെ തന്നെ പിള്ളേരുടെ ടിഫിൻ ബോക്സ് ഒക്കെ ഒക്കെ കൊണ്ടുപോകാൻ സ്കൂളിൽ കൊണ്ടുപോകാൻ നല്ലൊരു ബാഗാണ്. നമുക്കിതൊന്ന് നോക്കാം എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന്. അതിനായിട്ട് നമ്മൾ ഒരു 14 ഇഞ്ച്, ഞാനിവിടെ എടുത്തിരിക്കുന്ന 14 ഇഞ്ച് നീളവും അതുപോലെ തന്നെ വീതി 11 ഇഞ്ചുള്ള ഒരു തുണിയാണ് എടുത്തിരിക്കുന്നത്. അതിന് കട്ടി കിട്ടാൻ വേണ്ടി ഞാൻ വേറൊരു തുണി കൂടി ചേർത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതേ അളവിൽ തന്നെ വേറൊരു തുണിയും കൂടെ അകത്ത് വെച്ച് ഒരു കട്ടി കിട്ടാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അതിൻ്റെ അളവ് നിങ്ങൾ ഇച്ചിരി വലുത് വേണമെങ്കിൽ നീളവും വീതിയൊക്കെ കൂട്ടാം. ഇത് ആവശ്യത്തിനുള്ളതുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇതിന് 14 ഇഞ്ച് നീളവും പിന്നെ വീതി ഒരു 11 ഇഞ്ചുമായിട്ട് എടുത്തിരിക്കുന്നത്. അത് നല്ലപോലെ ഒരേപോലെ വരണം. അകത്ത് വെക്കുന്ന തുണിയും പുറത്ത് വെക്കുന്ന തുണിയും ഒരേപോലെ നമ്മൾ മുറിച്ച് മാറ്റി വെക്കണേ. എന്നിട്ട് നമ്മൾ അതിൻ്റെ 2 വശം, താഴത്തെ 2 കോണും നമ്മളൊരു 2 ഇഞ്ചോ 2.5 ഇഞ്ചോ നമ്മളൊന്ന് മാർക്ക് ചെയ്യണം ചോക്ക് കൊണ്ട്. അതൊരു സ്ക്വയർ പോലെ നമ്മളൊന്ന് മാർക്ക് ചെയ്യണം 2 സൈഡിൽ. മാർക്ക് ചെയ്തതിന് ശേഷം നമുക്കത് വെട്ടിയെടുക്കണം. മനസ്സിലായോ? അത് വെട്ടിയെടുത്തതിന് ശേഷം വേണം നമുക്ക് അത് തയ്ക്കാൻ തുടങ്ങാൻ. എന്നിട്ട് നമ്മൾ അതിനൊരു നമുക്ക് ആ ബാഗിനൊരു വള്ളി വേണം. ഞാനതിന് 1 ഇഞ്ച് വീതിയിൽ 16 ഇഞ്ച് നീളത്തിൽ നമ്മളൊരു 2 പീസ് തുണി വെട്ടിയെടുത്തു. അതായത് എന്തിനാണെന്ന് ചോദിച്ചാൽ 2 വള്ളി വേണമല്ലോ ബാഗിന്. 2 വള്ളി. എന്നിട്ട് നമുക്കത് അടിച്ചെടുക്കണേ. ഇനി നമ്മൾ വള്ളി വെച്ച് കഴിഞ്ഞതിന് ശേഷമേ അതിന് ഒരു പീസ് തുണി 2 സൈഡിലും വേണം. ഒരു ചെറിയ, അതായത് ഒരു 1.5 ഇഞ്ച് വീതിയിൽ 2 പീസ് തുണി എടുത്ത് നമുക്ക് ഈ വള്ളി വെച്ചതിന് ശേഷം അതിൻ്റെ പുറത്തൂടെ അടിക്കണം. അതിനുള്ളത് കാരണം നമ്മൾ അതിന് 2 പീസ് തുണിയും കൂടെ നമ്മൾ വെട്ടി മാറ്റി വെക്കണേ. വള്ളി വെക്കുമ്പോൾ നമ്മൾ 14 ഇഞ്ച് നീളമില്ലേ തുണിക്ക് എടുത്തിരിക്കുന്നത്, അതിൻ്റെ നേരെ സെൻറ്ററിൽ ഒരു പോയിൻ്റ് ഇടണം. അതായത് 7 ഇഞ്ചിൻ്റെ അവിടെ ഒരു പോയിൻ്റ് മധ്യത്തിലിടണം. എന്നിട്ട് നമ്മൾ 2 സൈഡിൽ നിന്നും ഒരു 4 ഇഞ്ച് വീതം ചോക്ക് കൊണ്ട് മാർക്ക് ചെയ്തതിന് ശേഷം അവിടെ വേണം നമ്മൾ വള്ളി പിടിപ്പിക്കാനായിട്ട്. അല്ലെ കൃത്യ സെൻറ്ററിൽ വരണം. അതുകൊണ്ടാണ് സെൻറ്ററിൽ ഒരു പോയിൻ്റ് ഇട്ടതിന് ശേഷം റൈറ്റ് സൈഡിലേക്ക് 4 സെൻറ്റിമീറ്റർ, ലെഫ്റ്റ് സൈഡിലേക്ക് 4 സെൻറ്റിമീറ്റർ നമ്മളൊരു മാർക്ക് ചെയ്യുക. എന്നിട്ട് അതേ 2ലും വേണം നമ്മൾ വള്ളി പിടിപ്പിക്കാനായിട്ട്. വള്ളി പിടിപ്പിച്ചതിന് ശേഷം നമ്മൾ ഈ വെട്ടി വെച്ചിരിക്കുന്ന ആ പീസ് തുണി അതേ ചേർത്ത് വെച്ച് അകത്തോട്ട് ചേർത്ത് വെച്ചൊന്ന് അടിച്ച് മടക്കുമ്പോൾ ശരിക്കും വള്ളി നല്ല ടൈറ്റായിട്ടിരുന്നുള്ളൂ. ഇതേപോലെ തന്നെ 2 വശത്തും പിടിപ്പിക്കണം. മറ്റേ സൈഡിലും ഇതുപോലെ വള്ളിയും പിടിപ്പിച്ച് നമ്മൾ വെട്ടി വെച്ചിരിക്കുന്ന ആ പീസ് തുണി നല്ല പുറത്ത് വെച്ച് അടിച്ച് അകത്ത് പുറത്തേക്ക് അത് മടക്കി ഒന്നുകൂടെ തയ്ച്ച് കഴിയുമ്പോഴത്തേനും നമുക്ക് ആ വള്ളി പിടിപ്പിക്കുന്ന ആ ഭാഗം തീർന്നു.
പിന്നെ നമ്മൾ വള്ളി പിടിപ്പിക്കുമ്പം 2 പീസ് തുണി എടുക്കുമ്പോഴും രണ്ടും ഒരുപോലെ വേണം. വള്ളിയുടെ നീളം ഒരുപോലെ ആയിരിക്കണം, അല്ലെ നമ്മൾ തൂക്കി പിടിക്കുമ്പോൾ ഒരു സൈഡിൽ തൂങ്ങിക്കിടക്കും. അങ്ങനെ വേണ്ട, ഒരേ അളവിൽ വേണം നമ്മൾ വള്ളിയുടെ തുണി വെട്ടിയെടുക്കാനായിട്ട്. അത് വള്ളിയുടെ തുണി വെട്ടിയെടുത്ത് അത് അതിൻ്റെ സൈഡൊന്ന് അടിച്ച് എടുത്തിട്ട് വേണം നമ്മൾ ഈ ബാഗുമായിട്ട് കൂട്ടി പിടിപ്പിക്കാനായിട്ട്. കൂട്ടി പിടിപ്പിക്കുമ്പോൾ നമ്മൾ സെൻറ്ററിൽ 7 ഇഞ്ച് ഒരു പോയിൻ്റ് ഇട്ടില്ല, അതിൻ്റെ 2 സൈഡിലുമാണ് 4 ഇഞ്ച് എടുത്തിട്ട് വേണം നമ്മൾ ഈ വള്ളി കൂട്ടി പിടിപ്പിക്കാൻ. വള്ളി പിടിപ്പിക്കുമ്പോൾ എപ്പോഴും വള്ളി പിരിഞ്ഞു പോകരുത്, അതും കൂടി ഒന്ന് ശ്രദ്ധിച്ചോണേ. അപ്പോൾ വള്ളി പിടിപ്പിച്ച് കഴിയുമ്പം നമ്മുടെ നല്ല ടൈറ്റായിട്ടിരിക്കണം കേട്ടോ. അതിനാണ് നമ്മൾ ഈ തുണിയും കൂടെ വെച്ച് പിടിപ്പിക്കുന്നത്. അപ്പോൾ ഇത് എല്ലാം നല്ല പുറത്ത് വെച്ച് പിടിപ്പിച്ചിട്ട് അഴുക്ക് പുറത്തേക്കാണ് നമ്മൾ ഈ വള്ളിയുടെ മുകളിലത്തെ ആ തുണി വെച്ച് പിടിപ്പിക്കേണ്ടത്. അതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് 2 സൈഡും അടിക്കുക എന്നുള്ളതാണ്. നമ്മൾ 2 സൈഡും അടിച്ചു. ഇനി നമ്മൾ അതിൻ്റെ കോണ് കണ്ടോ, 2 സൈഡിൽ നമ്മൾ വെട്ടിയിട്ടില്ലേ, 2 ഇഞ്ച് വീതം നമ്മൾ വെട്ടിയിരിക്കുന്നത്. ഞാൻ അത് തയ്ക്കേണ്ട വിധം ശരിക്കും നിങ്ങൾ നോക്കിയിരുന്നോണേ. അതായത് 2 സൈഡും കൂടെ കൂട്ടി പിടിച്ചതിന് ശേഷം നമ്മൾ ആ കോൺ അങ്ങോട്ട് തയ്ക്കണം. തയ്ച്ചതിന് ശേഷം ഇച്ചിരി ഇങ്ങനെ നീണ്ടു നിൽക്കും തുണിയെ, അത് നമ്മൾ വെട്ടിക്കളയണം. ഇങ്ങനെ 2 സൈഡിലും കോണ് തയ്ച്ചതിന് ശേഷം നീണ്ടു നിൽക്കുന്ന തുണിയും വെട്ടിക്കളഞ്ഞിട്ട് നമ്മൾ നല്ലപുറം ഒന്ന് മറിച്ചിട്ട് നോക്കണം. അപ്പം നമുക്ക് ശരിക്കും നല്ലൊരു ബാഗ് ഉണ്ടാക്കാം. നമുക്ക് എവിടെയെങ്കിലും പോകുമ്പോൾ ഒരു ഹാൻഡ് ബാഗായിട്ട് കയ്യിൽ പിടിച്ചുകൊണ്ട് പോകാനോ, അല്ലെങ്കിൽ കുട്ടികൾക്ക് നമ്മുടെ ടിഫിൻ ബോക്സ് ഇട്ട് കൊടുക്കാനോ, അവരുടെ ടോയ്സൊക്കെ ഇട്ട് വെക്കാനോ ഒക്കെ നല്ലൊരു ബാഗാണ്. ഇത് നിങ്ങളൊന്ന് തയ്ച്ച് നോക്കണേ. ഇത് ഞാനിവിടെ ചെയ്തിരിക്കുന്ന ഒരു പഴയ തുണി കൊണ്ടാണ്. നിങ്ങൾ നല്ല കട്ടിയുള്ള തുണി വാങ്ങിച്ച് നിങ്ങൾക്ക് ഇതുപോലെ തയ്ച്ചെടുത്താൽ നമുക്ക് നല്ല ഉപകാരമാണ്. നമുക്ക് എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ നമുക്ക് കൈ പിടിച്ചുകൊണ്ട് പോകാം. അതായത് നിങ്ങൾ തയ്ക്കുമ്പോൾ ഒരു ചെക്കിൻ്റെ ഒക്കെ തുണി മേടിക്കുവാണെങ്കിലുണ്ടല്ലോ വളരെ നല്ലതായിരിക്കും. കാരണം ഒരു ഭംഗിയുണ്ട്. ഒരു ചെക്കിൻ്റെ ഒക്കെ വലിയ ചെക്കിൻ്റെ ഒക്കെ തുണി മേടിച്ചാൽ നല്ല ഭംഗിയുണ്ട്. അതിനകത്ത് ക്യാൻവാസും കൂടെ വെച്ച് തയ്ക്കുവാണെങ്കിൽ നല്ല നല്ല ബലമായിട്ടിരിക്കും, നല്ല പശമുക്കിയ പോലെ ഇരിക്കും. അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ ഒന്ന് തയ്ച്ച് നോക്കണേ. ആദ്യം ഒരു പഴയ തുണിക്ക് ഇതുപോലെ തയ്ച്ച് നോക്കിയതിന് ശേഷം നിങ്ങൾ നല്ല കട്ടിയുള്ള തുണി വാങ്ങിച്ച് ഒന്ന് തയ്ച്ച് നോക്കണേ. ഇനി ഇതിൻ്റെ സിബ് വെക്കുന്ന രീതി ഞാൻ പിന്നീട് പറഞ്ഞു തരാം, എങ്ങനെയാണ് സിബ് ഇതിന് വെക്കേണ്ടതെന്ന്. ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തൊക്കെ ഞാൻ പറഞ്ഞു തരാവേ. നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ഞാൻ ചെറിയ തയ്യൽ വീഡിയോ ഒക്കെ ഇടുന്നുണ്ട്. അത് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾ ആ നോട്ടിഫിക്കേഷൻ ഒന്ന് ഓൺ ചെയ്തിടണേ. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെന്ന് തോന്നിയാൽ ഒരു ലൈക്കും അടിച്ചേക്കണേ. തയ്യൽ ഒട്ടും അറിയാൻ മേലാത്തവർക്ക് പോലും അത് നോക്കി പഠിക്കാൻ വേണ്ടി ഒരുപാട് തയ്യൽ വീഡിയോസൊക്കെ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്. നിങ്ങൾക്ക് നേരം കിട്ടുമ്പോൾ ഒന്ന് കയറി കാണുന്ന നിങ്ങൾക്ക് ഒത്തിരി ഉപകാരമാവുമേ.